യുസന്നു അഖിബൽ ഫാത്തിഹത്തി ആമീൻ. ഫാത്തിഹ ഓതിയ ഉടനെ എന്ത് ആമീൻ സുന്നത്തുണ്ട് എന്നാ. യുസന്നു അഖിബൽ ഫാത്തിഹത്തി, ഫാത്തിഹന്റെ ഉടനെ ആർക്ക് സുന്നത്തുണ്ടെന്നാൽ ഖാരിഇഹ, അത് ഓതിയ ആളിന് സുന്നത്തുണ്ട്. അത് വലോ ഖാരിജ സലാത്തി, നിസ്കാരത്തിന് പുറത്താണെങ്കിലും. നിസ്കാരത്തിൽ ഓതിയ ആളുടെ മസലയാണ് പറയുന്നത്. എന്നതോടുകൂടെ നിസ്കാരത്തിന് പുറത്താണെങ്കിലും ഓതിയ ആളിന് സുന്നത്തുണ്ട്. പക്ഷെ ലാക്കിന്നഹു ഫീഹ ആക്കതു, നിസ്കാരത്തിന് പുറത്തും നിസ്കാരത്തിലും വ്യത്യാസമുണ്ട്. നിസ്കാരത്തില് ഇത് മുഅക്കദായ സുന്നത്താ, നിസ്കാരത്തിന് പുറത്ത് അത്ര മുഅക്കദല്ല എന്നർത്ഥം. പിന്നെ സാധാ സുന്നത്താണ്. മിസ്ലുഹ ബദലുഹ ഇൻ തളമ്മന ദുആഅൻ, ഫാത്തിഹ പോലെ തന്നെയാണ് ഫാത്തിഹന്റെ ബദല് എപ്പോ അതൊരു ദുആഇനെ ഉൾക്കൊള്ളിക്കുമെങ്കിൽ എന്ന് പറഞ്ഞാല് ആയത്ത് ഫാത്തിഹന്ന് ബഅദ് ഓതി, അപ്പൊ അവസാനത്തെ ദുആ ഉണ്ട് അല്ലെ, ആദ്യ ആയത്തുകളല്ല. എന്നിട്ട് എന്താണ് അതിന് പകരം വേറെ ആയത്ത് ഓതി, ഒന്നി മുഴുവൻ ഫാത്തിഹയ്ക്ക് പകരം അല്ലെങ്കിൽ കുറഞ്ഞ ഫാത്തിഹന്ന് ബഅദിന് പകരം വേറെ ആയത്ത് ഓതി. ആ ആയത്തിൽ എന്താണ് ദുആ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ദിക്റാണ്, അല്ലെങ്കിൽ ആഖിറത്തിന്റെ ദുനിയാവിന്റെ ദുആ എന്ന് പറഞ്ഞില്ലേ, അപ്പറഞ്ഞ ഏതെങ്കിലും ദുആ ഉണ്ടെങ്കിൽ എന്റെ അവസാനം ആമീൻ പറയൽ സുന്നത്തുണ്ട് എന്നായി, ഫാത്തിഹ പോലെ തന്നെ. പിന്നെ ബദൽ ഉൾക്കൊള്ളിച്ചാൽ ദുആനെ ഉൾക്കൊള്ളിച്ചാൽ ആമീൻ സുന്നത്തുണ്ട്. മാ സക്തത്തിൻ ലത്തീഫത്തിൻ ബൈനഹുമാ, ഈ ആമീനിന്റെയും ഫാത്തിഹന്റെ ഇടയിൽ ഒരു ചെറിയ ലത്തീഫായ ഒരു സക്തത്ത്, ഒരു മൗനം, ചെറിയൊരു മൗനം എന്നാ. അത് മറ്റു കിതാബുകളിലൊക്കെ സുബ്ഹാനല്ലാ എന്ന് പറയുന്ന ഖദർ എന്ന് പല ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഫത്ഹുൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതാ എന്തിനാണ് തമ്മീസൻ ലഹാ അനിൽ ഖുർആനി, ഈ ചെറിയൊരു ലത്തീഫായ സക്തത്ത് എന്തിനാണ്? അതിനെ ആമീനിനെ വേർതിരിക്കാൻ ഖുർആനെ തൊട്ട്. ആമീൻ എന്നുള്ളത് ഖുർആനിൽ പെട്ടതല്ലല്ലോ, അപ്പൊ അത് ഖുർആനും അതല്ലാത്തതും ആകുമ്പോ ഒന്നൊരു മൗനം പാലിച്ചിട്ട് ആമീൻ എന്ന് പറയാ. പിന്നെ ഹസുന സിയാദത്തു റബ്ബിൽ ആലമീൻ, അത് ഇവിടെ തമ്മീസാണെന്ന് പറഞ്ഞ്, എന്നാല് തുടക്കത്തിൽ അഴുത് ഓതുമ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ഈ ആമീനിന്റെയും എന്ന പോലെ പിന്നീട് ഓതുന്ന സൂറത്തിന്റെയും ഇടയില് അതും എന്തുണ്ട്, ഒരു സക്തത്തുൽ ലത്തീഫത്ത് സുന്നത്തുണ്ട്. അവിടെയും വേണമെങ്കിൽ അതേ ഇല്ലത്ത് പറയാം, തമ്മീസ് ആമീനെ ഖുർആനെ തൊട്ട് വേർതിരിക്കാനെന്ന്. പക്ഷെ സൂറത്തോതി കഴിഞ്ഞിട്ട് റുക്കൂഴ് പോകുന്നതിന്റെ ഇടയിലോ അവിടെ ഒരു സക്തത്ത് സുന്നത്തുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് അഊദ് ഓതുന്നത്, ഇഫ്തിത്താഹ് ഓതുന്നതിന്റെ ഇടയിൽ സക്തത്തുൽ ലത്തീഫത്ത്, ഇഫ്തിത്താഹ് കഴിഞ്ഞ് അഊദ് ഓതുന്നതിന്റെ ഇടയിൽ ഇഫ്തിത്താഹത്ത്. അതൊക്കെ ഒരു എന്താണ് തറവി, അതായത് തഫക്കുർ, അതിനു വേണ്ടിയാണ് എന്നാ ഇല്ലത്ത് പറഞ്ഞത്. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ ഇല്ലത്താണെന്ന് അർത്ഥം, അത്രയേ ഉള്ളൂ. ഹസുന സിയാദത്തു റബ്ബൽ ആലമീൻ, ആമീൻ റബ്ബൽ ആലമീൻ എന്നിങ്ങനെ വർദ്ധിപ്പിക്കൽ നല്ലതാണ്. ഹസുന സിയാദത്തു റബ്ബൽ ആലമീൻ. പിന്നെ ഈ ഹസുന എന്ന് പറഞ്ഞാല് അത് ഉമ്മില് കാന ഹസനൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനോട് താപിയായിട്ട് ഹസുന സിയാദത്തു റബ്ബൽ ആലമീൻ എന്ന് പറയുന്നത്. ശരിക്കും അതൊരു സാധാരണ സുന്നത്താണ്. പിന്നെ ആമീൻ റബ്ബൽ ആലമീൻ എന്ന് പറയും. അതാലിക്കലിൽ ഖബറിൽ മുത്തഫഖി അലൈഹി, ആമീൻ പറയൽ സുന്നത്താണെന്ന് പറഞ്ഞല്ലോ ഫാത്തിഹന്റെ ഉടനെ. ആ മത്തിനിൽ പറഞ്ഞ അതിന്റെ തെളിവെന്താ? അത് മുത്തഫഖുൻ അലൈഹി ആ ഹദീസ് ഉണ്ട്. ഇദാ ഖാലൽ ഇമാമു ഗൈറിൽ മഗ്ലൂബി അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് ഇമാമു ഓതിയാൽ ഫഖൂലു ആമീന, നിങ്ങൾ ആമീൻ എന്ന് പറയണം എന്നാ. ഇമാം ഇത് ഓതി ഞങ്ങൾ ആമീൻ എന്ന് പറയണം. ഫൈനഹു, അപ്പൊ ഇമാം അത് ഓതിയിട്ട് പിന്നെ എന്താക്കും? ഇമാമും ആമീൻ പറയും അല്ലേ. അതിന് നേരത്തെ ഖാരി ഓതിയ ആളിനൊക്കെ സുന്നത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇമാമാണേലും മൗമൂമാണെങ്കിലും എല്ലാവർക്കും സുന്നത്തുണ്ട്. അപ്പൊ എന്താവും? ഇമാം ആമീൻ പറയും, അപ്പൊ നിങ്ങളും കൂടെ പറയണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് കാരണം പറയുന്നു, ഇന്നഹു മവാഫഖ ഖൗലുഹു ഖൗലൽ മലായികത്തി, ഒരാളുടെ വാക്ക് മലക്കുകളുടെ വാക്കിനോട് യോജിച്ചു വന്നാൽ എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ് ശേഷം അതിന്റെ ജവാബ് വരുന്നത്. അപ്പൊ ആരുടെ വാക്ക്? എന്ത് വാക്ക്? ഈ
പിന്നെ ആമീൻ എന്ന് പറയുന്ന വാക്ക് അത് മലക്കുകളുടെ വാക്കിനോട് അവരും ആമീൻ പറയും. അതായത് ദുആ കേട്ടാൽ എല്ലാവരും ആമീൻ പറയുമല്ലോ. അത് ദുആ കേട്ടാൽ എല്ലാവരും ആമീൻ പറയും എന്ന് പറഞ്ഞത് മനുഷ്യന്മാർ മാത്രമല്ല മൃഗങ്ങളും പറയും. അലി റളിയല്ലാഹു അൻഹുവിനും എന്ന പോലെ ഫാത്തിമ ബീവിക്കും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവരെല്ലാം കൂടി പതപ്പിച്ചിട്ട് അഹ്ലുൽ അബാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിരുന്നല്ലോ. അപ്പൊ അവിടെ അത്തബത്തുൽ ബാബൊക്കെ ആമീൻ പറഞ്ഞു എന്ന് കാണാം. അപ്പൊ അങ്ങനെ എന്താണ്, ജീവനുള്ള വസ്തുക്കളും ഇല്ലാത്ത വസ്തുക്കളും മരവും കല്ലും എല്ലാം ആമീൻ പറയും. ഈ മുഹ്തദീങ്ങൾ മാത്രമേ ആമീൻ പറയാത്തുള്ളൂ. അവർക്ക് കൂട്ടപ്രാർത്ഥന കേട്ടാൽ ദേഷ്യം വരും. അങ്ങനെ അപ്പോ മലക്കുകൾ ആമീൻ പറയും. അപ്പൊ അവരോട് ഒത്തു വന്നു കഴിഞ്ഞാല് അള്ളാഹ് അവന്റെ ദമ്പ് പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പൊ ഒത്തുവരിക എന്ന് പറഞ്ഞാൽ മുവാഫക്കത്ത് എന്തിലായി സമനി സമയത്തിൽ എന്നാണ്. സമയത്തിൽ ഒത്തുവരിക. മലക്കുകൾ തുടങ്ങുമ്പോൾ ഇവനും തുടങ്ങി, തീർന്നപ്പോ തോർന്നു. അതാണ് മുവാഫക്കത്ത്. വക്കീല അൽ ഇഖ്ലാസി, അല്ല മലക്കുകളുടെ ഇഖ്ലാസ് പോലെ ഇവന് ഇഖ്ലാസ് ഉണ്ടായാൽ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മുവാഫക്കത്ത്, മലക്കുകളോടുള്ള മുവാഫക്കത്ത്, മലക്കുകളുടെ ഇഖ്ലാസ് പോലെ ഇവന് ഇഖ്ലാസ് ഉണ്ടായാല്. അപ്പൊ ഇങ്ങനെ ഗാഫിലായി അശ്രദ്ധനായി വേറെന്തല്ലോ ആലോചിച്ച് നിന്നുകൊണ്ട് ആമീൻ പറഞ്ഞാൽ മതിയാവൂല. ആദ്യം പറഞ്ഞ അനുസരിച്ച് സമയത്തിലൊക്കെ അതായാലും മതി അല്ലെ. അപ്പൊ അങ്ങനത്തെ ഇഖ്ലാസ്, അങ്ങനെ അർത്ഥമുണ്ട്. പിന്നെ വൽ മുറാദു അൽ മലായിക്കത്തുൽ മുഅമ്മിനൂന, മലക്കുകളുടെ കൗലിനോട് യോജിച്ചാൽ എന്ന് പറഞ്ഞാൽ മലക്ക് എന്ത് പറയുന്ന മലക്കുകളാ? ആമീൻ പറയുന്ന മലക്കുകൾ. അൽ മുഅമ്മിനൂന, ആമീൻ പറയുന്ന മലക്കുകൾ. ആർക്ക് ആമീൻ പറയുന്ന? അല അദ്ഇയത്തിൽ മുസല്ലീന, നിസ്കരിക്കുന്നവർ ദ്വാരക്കുമ്പോ ആമീൻ പറയുന്ന മലക്കുകളുണ്ട്. അവരാണ് ഇതിനും ആമീൻ പറയാ. വല്ല ഹാദിറൂന, നിസ്കരിക്കുന്നവർ ദ്വാരക്കുമ്പോ ആമീൻ പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ വലല്ലാലിയും പറയുമ്പോ അത് ദുആ ആണ്, ആമീന് അല്ലെ. അവിടം വരെ ദുആ ആണല്ലോ അവസാനം ഫാത്തിഹന്റെ. അതുപോലെ പിന്നെന്താണ്, അത്തഹിയ്യാത്തിന്റെ ശേഷം ദുആ ഉണ്ട്. അങ്ങനെ പല ദുആ ഉണ്ട് നിസ്കാരത്തിൽ, അതിനെല്ലാം ആമീൻ പറയും. എന്ന പോലെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആവും നിസ്കരിക്കുന്നവരുടെ ദുആ ആണല്ലോ. അപ്പൊ ആ കൂട്ടുപ്രാർത്ഥനയ്ക്കും മലക്കുകൾ ആമീൻ പറയും എന്ന് അതിന് കിട്ടുമല്ലോ അല്ലെ. അതിനൊക്കെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വല്ല ഹാദിറൂൻ അലി സലാത്തിഹിം, എന്ന പോലെ ആ മുസല്ലി നിസ്കരിക്കുന്നവർ അവരുടെ നിസ്കാരത്തിന് ഹാദിറുള്ളതുമായ മലക്കുകളാണ് ഉദ്ദേശം. അൽ മലായിക്കത്തു അൽ മുഅമ്മിനൂന വൽ ഹാദിറൂന എന്ന് അങ്ങനെ അത്ഫ്. ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അങ്ങനെ ഒത്തുവന്നാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. പിന്നെ വഫി ഹദീസിൽ ബൈഹഖി വഗൈരിഹി, ഈ പറഞ്ഞ എന്താണ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് എന്നാ. ഇമാം ബൈഹഖി മുയറിൻ റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട്, അന്നൽ യഹൂദ ലം യഹ്സുദൂന അലാ ഷൈഇൻ കമാ ഹസദൂന അലൽ ഖിബ്ലത്തി വൽ ജുമുഅത്തി വഖൗലിനാ ഖൽഫൽ ഇമാമി ആമീൻ. പിന്നെ ഇന്നൽ യഹൂദ്, ജൂതന്മാര്, ലം യഹ്സുദൂന, അവര് നമ്മളോട് ഹസദ് വെച്ചിട്ടില്ല, മോമിനീങ്ങളോട് മുസ്ലിങ്ങളോട് ഹസദ് വെച്ചിട്ടില്ല. അലാ ഷൈഇൻ, ഒരു വസ്തുവിന്റെ മേലും ഹസദ് വെച്ചിട്ടില്ല. മാ ഹസദൂന, അവര് ഹസദ് വെച്ച പോലെ ഹസദ് വെച്ചിട്ടില്ല. എന്തിന്റെ മേലെ ഹസദ് വെച്ച പോലെ? അലൽ ഖിബ്ലത്തി, ഖിബ്ലയുടെ പേരിലും ജുമുഅയുടെ പേരിലും ആ ഇമാമിന്റെ പിന്നിൽ നമ്മൾ ആമീൻ പറയുക എന്ന കാര്യത്തിന്റെ മേലും അവരെ ഹസദ് വെച്ച പോലെ ഹസദ് വെച്ചിട്ടില്ല. പിന്നെ അപ്പൊ ഈ മൂന്ന് കാര്യത്തിന് അവർക്ക് ഭയങ്കര ഹസദാണ്. അപ്പൊ ഇമാമിന്റെ പിന്നിൽ ആമീൻ പറയും, അത് പറയണം എന്നീ ഹദീസിലും വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ജൂതന്മാർക്ക് ഭയങ്കര ഹസദ്. ജൂതന്മാർ ഭയങ്കര പണ്ടേ മുസ്ലിങ്ങളോട് വലിയ ഹസദുള്ളവരാ. പല എല്ലാ കാര്യത്തിലും ഹസദുള്ളവരാ. അതിൽ പ്രധാനമായിട്ട് ഈ മൂന്ന് കാര്യം. ഒന്ന്, ഖിബ്ലന്റെ പേരിലെ ഹസദ് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് നിസ്കരിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ എന്താണ് കഅബത്തിലേക്ക് തിരിഞ്ഞല്ലോ. അപ്പൊ അവർക്ക് ഹസദായി, ഭയങ്കര ഹസദ്. അവരുടെ ബൈത്തുൽ മഖ്ദിസ് എന്താണ് അവരുടെ എന്താണ് ഖിബ്ലയായിരുന്നല്ലോ. അപ്പൊ അതിലേക്ക് എന്താണ് കുറഞ്ഞ കാലം നിസ്കരിച്ചല്ലോ, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ അത് ഹസദായി. ജുമുഅയുടെ പേരിൽ ഹസദായി എന്ന് പറഞ്ഞാൽ ജുമുഅ നിസ്കാരം അവര് ബഹുമാനിച്ചിരുന്ന എന്താണ് ഞായറാഴ്ച, പിന്നെ ശനിയാഴ്ച, അതല്ലല്ലോ മുസ്ലിങ്ങൾ വേറെ എന്താണ് അല്ലാഹു തആല വേറെ ദിവസം വെച്ചതല്ലേ. പിന്നെ അപ്പൊ അതിന്റെ പേരില് എന്ന പോലെ ആമീൻ പറയാം. അപ്പൊ ആമീൻ പറയുന്നതിന് ഹസദ് വെക്കുന്ന എന്തിനാ? കൂട്ടപ്രാർത്ഥനയാണല്ലോ ഈ ഇമാമിന്റെ പിന്നിലെ ആമീൻ എന്ന് പറഞ്ഞാല്. അപ്പൊ ആ കൂട്ടുപ്രാർത്ഥന അള്ളാന്റെ അടുക്കൽ മഖ്ബൂലാന്ന് അവർക്കറിയാം. അപ്പൊ അവർക്കെതിരിലൊക്കെ ദ്വാരക്കുമല്ലോ അല്ലെ. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞാല്
എന്താണ് പിന്നെ യഹൂദ് നസാറ എന്ന പോലെ മുശ്രിക്കീങ്ങൾ അവിടെ തഫ്സീർ ഉണ്ടല്ലോ, അപ്പൊ അവർക്കെതിരെയുള്ള ദുആ ആണ് അതിലൊന്ന്. അങ്ങനെ പിന്നെ അതൊക്കെ കൊണ്ടാണ് അസദ്. അപ്പൊ ഏതായാലും ഈ ഹദീസിൽ അതുള്ളത് ഇമാമിന്റെ പിന്നിൽ നമ്മൾ ദുആ ആമീൻ പറയാറുണ്ട്. പിന്നെ തംബീഹുൻ അഫ്ഹമ ഖൗലുഹു അഖിബ, മത്തിൽ എന്താ പറഞ്ഞേ അഖിബൽ ഫാത്തിഹത്തി എന്നല്ലേ പറഞ്ഞു. അപ്പൊ അഖിബ എന്ന് പറഞ്ഞ മുസന്നിഫിന്റെ വാചകം മനസ്സിലാക്കി തരുന്നു. എന്തിന്? ഫൗത്ത തഅ്മീനി, ആമീൻ പറയുക എന്ന് പറഞ്ഞ് സുന്നത്ത് നഷ്ടപ്പെടും. ബിത്തലഫുദി ബിഗൈരിഹി, ഈ ആമീൻ അല്ലാത്തത് ഉച്ചരിക്കൽ കൊണ്ട് നഷ്ടപ്പെടും എന്നാ. എപ്പോ ഉച്ചരിക്കാന്ന്? ഫാത്തിഹ ഓതി തീർന്ന ഉടനെ വേറെന്താ ഉച്ചരിച്ചു എന്നാ ആമീൻ പറയൽ സുന്നത്ത് നഷ്ടപ്പെടും. വലൗ സഹുവൻ, അത് സഹുവാണെങ്കിലും. അപ്പൊ ആമീൻ എന്ന് പറയാതെ അടുത്ത സൂറത്ത് ഓതാൻ വേണ്ടി ബിസ്മി ഓതിപ്പോയി, പെട്ടെന്ന് മറന്നുപോയതാ, എന്നാലും അത് നഷ്ടപ്പെട്ട്. കമാഫിൽ മജ്മൂഅ അനിൽ സഹാബി. പിന്നെ വൈൻ കല്ല, ആ ഗൈറ് വളരെ കലീലാണെങ്കിലും ഒരക്ഷരാണെങ്കിലും മതി, നഷ്ടപ്പെടും എന്നാണ് അതിന് മനസ്സിലാകുന്നത്. എന്നാല് നഅം യംബഗി ഇസ്തിസ്നാഉ നഹ്വി റബ്ബിഗ്ഫിർലി, അപ്പോ ഈ ആമീന്റെ മുമ്പ് വലല്ലാലീൻ റബ്ബിഗ്ഫിർലി ആമീൻ എന്നിങ്ങനെ ഒരു റബ്ബിഗ്ഫിർലി അവിടെ സുന്നത്തുണ്ട്. അപ്പൊ റബ്ബിഗ്ഫിർലി പറഞ്ഞാൽ ആമീന്റെ സുന്നത്ത് നഷ്ടപ്പെടൂല എന്ന് എന്താക്കണം? ആ ഗൈറിൽ നിന്ന് ഈ റബ്ബിഗ്ഫിർലി ഇസ്തിസ്ന ചെയ്യണം. ആമീന്റെ സുന്നത്ത് നഷ്ടപ്പെടുത്തുന്ന ഗൈറുണ്ടല്ലോ, അതിൽ നിന്ന് ഇത് ഇസ്തിസ്ന ചെയ്യണം. ഖബറിൽ ഹസനി, ഹസനായ ഹദീസ് ഉണ്ട്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അഖിബ അല്ലാലീൻ, വലല്ലാലീൻ അവിടെ ലാലീൻ എന്നതിന്റെ ഉടനെ പറഞ്ഞു റബ്ബിഗ്ഫിർലി ആമീൻ എന്ന് പറഞ്ഞ് ഹസനായ ഹദീസ് ഉണ്ട്. അപ്പൊ അത് ഇസ്തിസ്ന ചെയ്യണം, അതുകൊണ്ട് നഷ്ടപ്പെടൂല. എന്ന പോലെ അഫഹമായിദൻ ഫൗത്തഹു ബിസ്സുക്കൂത്തി, അഫഹമായിദൻ എന്ത് മനസ്സിലാക്കിയെന്ന മുസന്നിഫിന്റെ അഖിബ എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലാക്കി തന്നു. അയിലൻ നേരത്തെ അവിടെ തലഫുലും ബി ഗൈറ് കൊണ്ട് പിന്നെ തൈമീൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ പോലെ തന്നെ ഫൗത്തഹു, ആ തൈമീൻ നഷ്ടപ്പെടും ബിസ്സുക്കൂത്തി, സുക്കൂത്ത് കൊണ്ട് നഷ്ടപ്പെടും. കുറച്ചേരം മിണ്ടാണ്ടെന്നാൽ തന്നെ നഷ്ടപ്പെടും. ഐ ബഅദ സുക്കൂത്തിൽ മസ്നൂനി, നേരത്തെ ഒരു ലത്തീഫത്തായ സക്തത്ത് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞുള്ളൊരു സുക്കൂത്ത് കൊണ്ട് നഷ്ടപ്പെടുന്നു. ആ സുക്കൂത്ത് കൊണ്ട് നഷ്ടപ്പെടൂല, അതാണ് സുന്നത്തായ സുക്കൂത്ത് എന്ന് പറഞ്ഞത്. വയംബഗി അന്ന മഹല്ലഹു, അപ്പൊ സുക്കൂത്ത് കൊണ്ട് നഷ്ടപ്പെടും എന്നാണ് മുസന്നിഫിന്റെ കൗലിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷെ അതെപ്പോഴാണ്? അന്ന മഹല്ലഹു ഇൻ താല, ആ ഫസില് ആ സുക്കൂത്ത് തൊവീലായാലാണ്. നളീറ മാമറഫിൽ മുവാലാത്തി, മുവാലാത്ത് മുറിയുന്നിടത്ത് നമ്മൾ പറഞ്ഞല്ലോ തൊവീലായ സുക്കൂത്ത് ഉണ്ടെങ്കിൽ മുറിയും എന്ന പോലെ തന്നെ ഇവിടെ. ഇനി വബിമാ കറർത്തുഹു, ഞാനിപ്പോ മുസന്നിഫിന്റെ ഇബാറത്ത് എന്താണ്? അഫഹമ എന്ന് പറഞ്ഞിട്ട് അഖിബ എന്ന് പറഞ്ഞതിനെ എന്താക്കി? തക്രീറാക്കിയല്ലോ, ഉറപ്പിച്ചല്ലോ അതിന്റെ മാന. അതുകൊണ്ടിട്ട് യുഅലമു റദ്ദു, റദ്ദ് അറിയപ്പെടും. അലാമൻ കാല, എന്താണ്? പറഞ്ഞ ഇമാമിങ്ങൾക്ക് ഉള്ള റദ്ദ് അറിയപ്പെടും. എന്താ പറഞ്ഞത്? ലായഫൂത്തു ഇല്ലാ ബിശ്ശുറൂഇ ഫിസ്സൂറത്തി അവിർ റുകൂഇ എന്ന് പറഞ്ഞു. ആ ലായഫൂത്ത് എന്ന് പറഞ്ഞാൽ ആമീൻ നഷ്ടപ്പെടൂല. ഇല്ലാ ബിശ്ശുറൂഇ ഫിസ്സൂറത്തി, സൂറത്തിൽ ആരംഭിക്കൽ കൊണ്ടല്ല നഷ്ടപ്പെടൂല. അപ്പൊ സൂറത്ത് ഓതാൻ ആരംഭിച്ചാലേ നഷ്ടപ്പെടുള്ളൂ, ഇല്ലേ നഷ്ടപ്പെടൂല. അവിർ റുകൂഇ, അല്ലെങ്കിൽ റുകൂഇലേക്ക് പോകൽ ആരംഭിക്കുക. സൂറത്ത്, ആ സൂറത്തിന്റെ മേലെ എത്തുക. അപ്പൊ ഷുറൂഉൻ ഫിർ റുകൂഇ നടത്തുക. റുകൂഇലേക്ക് പോകാൻ ആരംഭിച്ചാല് പിന്നെ ആമീൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരുടെ റദ്ദ് അറിയപ്പെട്ടു. അപ്പൊ സുക്കൂത്തും തവീലും കൊണ്ടും എന്ന പോലെ റബ്ബിഗ്ഫിർലി അല്ലാത്ത മറ്റ് എന്താണ് മറന്നിട്ടോ കുറവാണെങ്കിൽ കലീലാണെങ്കിലും എന്തുച്ചരിച്ചാലും എന്തായി പോവും? ആമീൻ സൗത്താകും എന്ന് തന്നെ. വയംബഗി അന്ന മഹല്ലഹു ഇൻ താല, വായിച്ചല്ലോ. പിന്നെ മാ അഫ്ഹമഹു മിൻ ഫൗത്തിഹി, അതെ അതിന്റെ റദ്ദൊക്കെ അറിയപ്പെട്ടു. പക്ഷെ അതെ മാഫഹമഹു, മുസന്നിഫിന്റെ അഖിബ എന്ന് പറഞ്ഞത് മനസ്സിലാക്കി തന്ന ഒന്നാകുന്നത് മിൻ ഫൗത്തിഹി, നഷ്ടപ്പെടും എന്നത്, ആമീൻ നഷ്ടപ്പെടും. എന്തുകൊണ്ട്? ബിശ്ശുറൂഇ ഫിർ റുകൂഇ, റുകൂഇലെ ആരംഭിക്കൽ കൊണ്ട് നഷ്ടപ്പെടും എന്ന് എന്താക്കുന്നുണ്ട്? മുസന്നിഫിന്റെ ആ കൗല് കൊണ്ടിട്ട് മനസ്സിലാകുന്നുണ്ട്. ഫാത്തിഹന്റെ ഉടനെ എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഉടനെ എന്താണ്? ഇയാൾ ആമീൻ പറയാ റുക്കൂയിലേക്കാണ്ട് പോകാനൊരുങ്ങി, എന്നാല് അതും നഷ്ടപ്പെടും എന്ന് മുസന്നിഫിന്റെ വാക്കുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്.
വലോ ഫൗറൻ, ആ റുക്കൂഴിൽ ആരംഭിച്ചത് ഫാത്തിഹ ഓതിയന്റെ ഉടനെ ആണെങ്കിലും ശരി, മുത്തജിഹുൻ, അത് മുത്തജിഹാണ് എന്നാ. പിന്നെ അവിടെ മാഫഹമഹു എന്ന് പറഞ്ഞ അഖിബ എന്നത് മനസ്സിലാക്കി തന്നത് എന്നാണിപ്പോ ഞാൻ അർത്ഥം പറഞ്ഞത്. അല്ലെങ്കിൽ ഈ മങ്കാല ലായഫൂത്തു ഇല്ലാ ബിശ്ശുറൂഇ ഫി സൂറത്തി അവിർ റുക്കൂഇ എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലാക്കി തരുന്നത്, അങ്ങനെയൊക്കെയായിരിക്കും നല്ലത് അല്ലെ. പിന്നെ അപ്പൊ ആ ഇമാമ് പറഞ്ഞ മങ്കാല പറഞ്ഞ രണ്ട് കാര്യം പറഞ്ഞു. സൂറത്തിൽ തുടങ്ങിയാലേ നഷ്ടപ്പെടുള്ളൂ, അതുപോലെ റുക്കൂഴിൽ തുടങ്ങിയാലേ നഷ്ടപ്പെടുള്ളൂ. എന്ന് പറഞ്ഞാൽ സൂറത്തിൽ തുടങ്ങിയാലും റുക്കൂഴിൽ തുടങ്ങിയാലും നഷ്ടപ്പെടുന്നതാണല്ലോ അതിന്റെ അർത്ഥം. അതല്ലാത്തതുകൊണ്ട് നഷ്ടപ്പെടും, അവിടെയാണ് റദ്ദുള്ളത്. ഇതല്ലാത്തതുകൊണ്ട് നഷ്ടപ്പെടൂല എന്ന വാചകത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, അവിടെയാണ് റദ്ദ്. ഇതുകൊണ്ട് നഷ്ടപ്പെടും എന്ന് പറഞ്ഞത് മുത്തജിഹാണ്. പിന്നെ വലോ ഫൗറൻ മുത്തജിഹുൻ. പിന്നെ ഇനി വല്ലഫ്സഹുൽ അഷ്ഹറു ബിഹാ, ഫസീഹായതും ലുഗത്തിൽ ശുഹറത്തുള്ളതും, വല്ല ഷെഹറു ബിഹ അൻ യഅ്തിയ ബിഹ, എന്തിന് ശുഹറത്തുള്ളത്? ആമീനെ കൊണ്ട്. അൻ യഅ്തിയ ബിഹ, ആമീന എന്നുള്ളതിനെ കൊണ്ടുവരലാണ് ഖഫീഫത്തൽ മീമി ബിൽ മദ്ദി. അപ്പോ നേരത്തെ പറഞ്ഞ ആഖിബ അസ്സലാത്തി അല ആഖിബൽ ഫാത്തിഹത്തി ആമീന, ആമീൻ പറയണ എങ്ങനെ പറയണം? ഈ പറഞ്ഞ ഖഫീഫത്തൽ മീമി, മീമിന് ഖിഫത്തോടുകൂടെ, മീമിന് ഷദ്ദില്ലാതെ പറയണം. പിന്നെ വല്ലഫ്സഹുൽ അഷ്ഹറുന്നേ മറ്റു വേറൊരു നുസ്ഖയിലുള്ളൂ, ബിഹാന്ന് അവിടെ ഇല്ല. ഞാൻ ആദ്യം വായിച്ച നുസ്ഖയില് വല്ലഫ്സഹു അൽ അഷ്ഹറു ബിഹാന്നുണ്ട്, അവിടെ ആ ബിഹ തെറ്റാണ്. വല്ലഫ്സഹുൽ അഷ്ഹറു അൻ യഅ്തിയ ബിഹാ ഖഫീഫത്തൽ മീമി ബിൽ മദ്ദി, മദ് വേണം, ഇങ്ങനെ കൊണ്ടുവരണം എന്നാണ്. പിന്നെ മീമ് മദ്ദവിടെ, മീമിന് ശേഷം അല്ലെ ആമീൻ എന്നിങ്ങനെ. പിന്നെ ഖാബീൽ വസ്നാണ് എന്ന് ഗർദി എഴുതിയവിടെ, ഖാബീലാകുമ്പോ ആമീൻ. അപ്പൊ അലിഫിനും മദ്ദുണ്ട്, മീമിനും മദ്ദുണ്ട്. അങ്ങനെ ലിഅന്നഹു ലാ യുഖിൽ, അല്ല എന്താണ്, അതാണ് അഷ്ഹർ എന്ന് പറഞ്ഞു. വഹിയ ഇസ്മു ഫിഇലിൻ ബിമഅന ഇസ്തജിബ്. ഈ ആമീൻ എന്ന് പറഞ്ഞ ഇസ്മു ഫിഇലാ, അതിന്റെ അർത്ഥം ഇസ്തജിബ്, നീ ദുആയ്ക്ക് ഉത്തരം ചെയ്യണേ എന്നാണ്. അപ്പൊ ഇങ്ങനെ ആമീൻ ആമീൻ എന്ന് പറയുമ്പോ ദുആയ്ക്ക് ഉത്തരം ചെയ്യണേ റബ്ബേ, ദുആയ്ക്ക് ഉത്തരം ചെയ്യണേ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ആമീൻ പറയല് ദുആഇന്റെ ഖത്മാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ദുആന്റെ ഏറ്റവും അവസാനം ഒരു ആമീൻ എന്ന് പറയണം, എന്നാലേ എന്താവുള്ളൂ, ആ ദുആ മഖ്തൂമായിട്ട് സീല് വെക്കപ്പെട്ടതായിട്ട് അള്ളാന്റെ അടുക്കൽ മഖ്ബൂലാവുള്ളൂ. ഇല്ലെങ്കിൽ അത് മഖ്ബൂലാവൂല എന്ന് ആ ഹദീസിൽ തന്നെ ഉണ്ട്. ആമീന്റെ മഹത്വം പറഞ്ഞ ഒരുപാട് ഹദീസ് ഉണ്ട്. പിന്നെ അതെ ഇസ്തജിബ് മബ്നിയുൻ അലൽ ഫത്ഹി, ആമീനാന്ന. വയുസക്കനും ഇന്ദൽ വഖഫി, വഖഫിന്റെ സമയത്ത് മീമിന് നൂന് സുക്കൂൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചിലർ പറയും ഇത് അറബി അല്ല ആമീൻ എന്നുള്ളത്, ആമീൻ എന്നുള്ള അറബി അല്ല. പിന്നെ ഇസ്മുഫീലായാലെങ്ങനെ? ഇസ്മുഫീലായൊരു കലിമത്താണിത്, അപ്പൊ അത് അറബി കലിമത്താ. പിന്നെ ജൂതന്മാരും അല്ലാത്തവരും ഒക്കെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ, ഇപ്പൊ എന്താണ്, മറ്റു ചില മതക്കാർ ആമേൻ എന്ന് പറയുമല്ലോ. അപ്പൊ അത് തവാഫുൽ ലുഗാത്തിൽ പെട്ടതാണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ. വയജൂസുൽ ഇമാലത്തു, ഇതാണ് അഫ്സഹും അഷ്ഹറും. എന്നാൽ ഇമാലത്ത് ജായിസാണ്. വൽ ഖസ്റു, ഖസ്റും ജായിസാണ്. മഅ തഖ്ഫീഫിഹാ വ തശ്ദീദിഹാ, ആ പിന്നെ ആമീൻ എന്ന മീമിന് എന്താണ് തഖ്ഫീഫ് ആക്കിയിട്ടും മീമിന് തശ്ദീദ് ആക്കിയിട്ടും. അപ്പോ ലിഅന്നഹു ലാ യുഖില്ലു ബൽ മഅന, കാരണം അങ്ങനെ പിന്നെ ഖസ്ർ ജായിസാണ് എന്ന് പറഞ്ഞത്, ഇമാലത്ത് ജായിസാണ് എന്ന് പറഞ്ഞത് അത് മഅനക്ക് മാറ്റം വരുത്തൂല. അപ്പൊ അങ്ങനെ ആക്കിയാലും എന്ത് തന്നെ, ആമീൻ തന്നെ, അർത്ഥം ഇസ്തജിബ് എന്ന് തന്നെയാണ്, മാറുന്നില്ല. പിന്നെ അപ്പൊ ഇമാലത്ത് ആമീൻ എന്നാകുമ്പോ ആമീൻ എന്നാവും. മദ്ദുള്ള അലിഫിനെയാണല്ലോ ഇമാലത്ത് ചെയ്യുക, ഫത്തഹിന്റെയും കസറിന്റെയും ഇടയിലേക്ക് ആക്കി ഉച്ചരിക്കുക എന്നല്ലേ.
അപ്പൊ മീ എന്നുള്ളത് ആ എന്നുള്ളത് മേന്നാവും, ആമേൻ എന്നിങ്ങനെ. പിന്നെ കസറാവുമ്പോഴോ അത് എന്താണ്, അമീൻ എന്നാവും. അല വസ്നി കരീം എന്ന് ഗർദി എഴുതിയിട്ടുണ്ട്. അപ്പൊ അമീൻ, അമീൻ എന്നുള്ളടത്ത് പിന്നെ എന്താക്കാ, അതിപ്പോ തഖ്ഫീഫ് അല്ലേ. അപ്പോ ആമേൻ എന്നും അമീൻ എന്നുള്ളടത്ത് പിന്നെ കസറാക്കിയിട്ട് തഖ്ഫീഫ് അമ്മീൻ എന്നും ആവും. അമ്മീൻ കസറാവുമ്പോഴേ അമ്മീൻ. ലിഅന്നഹു ലാ യുഖ്ബിലു ബിൽ മഅനാ എന്ന് പറഞ്ഞു. പിന്നെ വഫീഹ അത്തഷ്ദീദു മഅൽ മദ്ദി. ഇപ്പൊ അമ്മീൻ എന്നാ പറഞ്ഞ് കസറായിട്ട്, എന്നാലും മദ്ദോടുകൂടെ തഷ്ദീദ് ഉണ്ട്. അതിൽ തന്നെ എന്ന് പറഞ്ഞാൽ കസറോടുകൂടെ തഷ്ദീദ് ഉള്ള പോലെ ഇപ്പൊ പറഞ്ഞ അമ്മീൻ എന്നാണല്ലോ. അതുപോലെ ആമീൻ എന്നിങ്ങനെ മീമിന് ശബ്ദമുള്ളതുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താവും, ആമ്മ് എന്ന് പറഞ്ഞ അമ്മയ ഉമ്മു ആമ്മ് എന്നല്ലേ. മദ്ദയമുദ്ദു മാദ് എന്ന് പറയുന്ന പോലെ ഇസ്മുഫായിലാണത്. അമ്മ എന്നതിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ കസദ എന്നാണല്ലോ, കരുതി ലക്ഷ്യം വെച്ചു എന്നൊക്കെയാണ്. അപ്പൊ അതാ പറയുന്നത് മയനാഹ. അപ്പൊ ആമീന്റെ അർത്ഥം എങ്ങനെ, ഫീഹ ആമീനിലുണ്ട് എന്ത്, തഷ്ദീദു മഅൽ മദ്ദി, മദ്ദോടുകൂടെ ശ്രദ്ധാക്കുന്ന ഒരു ലുഗത്തുണ്ട് എന്ന് അതിന്റെ അർത്ഥം. പിന്നെ അപ്പൊ അതിന് ആമീൻ എന്നതിന്റെ അർത്ഥം, ഈ ലുഗത്തനുസരിച്ച് ആമീൻ എന്നതിന്റെ അർത്ഥം കാസിദീനാണ്. ആമീൻ ആമീൻ എന്ന് പറയുമ്പോ ആമ്മ് എന്ന് പറഞ്ഞാൽ കാസിദ് എന്നാണ്. അപ്പൊ ആമീൻ എന്ന് പറയുമ്പോ യാവുന്നൂനും എന്താണ്, ജമ്മിന്റെ യാവുന്നൂനുമാണ് കാസിദീ എന്ന് പറയും പോലെ. ഫൈൻ അത്താബിഹ വാറാദ. അപ്പൊ ഒരുത്തൻ എന്ത് ചെയ്തു, അങ്ങനെ പറഞ്ഞു ആമീൻ എന്ന്. വാറാദ എന്തുദ്ദേശിച്ചു, കാസിദീൻ ലക്ഷ്യം വെച്ചവൻ, ലക്ഷ്യം വെച്ചവരായ നിലയിൽ നിന്നാണല്ലോ. ആരിലേക്ക് ലക്ഷ്യം വെച്ചു, ഇലേക്ക് അള്ളഹാനോട് പറയുന്നത്, നിന്നെ ലക്ഷ്യം വെച്ചു. അന്ത അക്രമും മിൻ അൻ തുഖയ്യിബ ഖാസിദൻ. നീ വലിയ ഔദാര്യവാനാ, എന്തിനേക്കാൾ മാന്യനാണ്, അൻ തുഖയ്യിബ ഖാസിദൻ, നിന്നെ ലക്ഷ്യം വെച്ചവനെ നീ നിരാശപ്പെടുത്തുക എന്നതിനേക്കാൾ നീ മാന്യനാണ്, നീ നിരാശപ്പെടുത്തൂല. നിന്നെ ലക്ഷ്യം വെച്ചവന്റെ ഉദ്ദേശം നീ പൂർത്തിയാക്കി കൊടുക്കും. ഇങ്ങനെ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്തിനാ കാസിദീനയിലേക്ക് കഴിഞ്ഞിട്ട് പിന്നെ അന്ത അക്രമും അൻ തുഖയ്യിബ ഖാസിദൻ എന്ന് പറഞ്ഞത്? അത് ഈ കാസിദീനയിലേക്കാണല്ലോ എന്റെ മാന വിശദീകരിച്ച. നിന്നെ ലക്ഷ്യം വെച്ചു എന്ന് പറയുന്നതേ. പിന്നെ അങ്ങനെ ലം തബത്തുൽ സലാത്തുഹു, അപ്പൊ നിസ്കാരം ബാത്തിലാവൂല. കാരണം എന്താ, ലി തളമ്മുനിഹി ദുആ, അത് ദുആനെ ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെ. അത് അന്ത അക്രമൻ തുഖയ്യിബ ഖാസിദൻ എന്ന് പറഞ്ഞാല് ഞാൻ നിന്നെ ഖാസിദാണ്, നീ ഖാസിദിനെ ഹായിബാക്കുന്നവനല്ല, അപ്പൊ നീ എന്നെ ഹായിബാക്കല്ലേ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഔ മുജറദ ഖാസിദീന. അപ്പൊ ഇത് ഉദ്ദേശിച്ചിട്ടില്ല, വെറും ഖാസിദീനേ ഉള്ളൂ. നിന്നിലേക്ക് എന്താണ് ലക്ഷ്യം വെച്ചു എന്ന ഖാസിദീന ഇലേക്ക ഉദ്ദേശിക്കാതെ വെറും എന്താണ് ഖാസിദീന എന്ന് ഉച്ചരിച്ചാൽ ബത്തലത്ത് നിസ്കാരം ബാത്തിലാവും. ആണ്ടോ? അപ്പൊ ചിലരെല്ലാം ആമീൻ കണ്ട് പറയും. ചിലരെല്ലാം അങ്ങനെ പറയലുണ്ട്, കട്ടിയാക്കിയിട്ട് നിസ്കാരം ബാത്തിലാവും. കഥാ ഇല്ലം ഇരു ദിശയൻ, ഇങ്ങനെ തന്നെ ഒന്നും ഉദ്ദേശിച്ചില്ലെങ്കിലും ഇങ്ങനെ തന്നെ നിസ്കാരം ബാത്തിലാവും. കമാഹു ലാഹിറുൻ. അത് പല സ്ഥലത്തും എന്താണ് ഇബ്നു ഹജർ റഹിമഹുള്ളാഹിന്റെ മദ്ഹബ് അങ്ങനെയാണല്ലോ, ഇത്ലാഖിന്റെ അവിടുത്തെ നിസ്കാരം ബാത്തിലാവുന്ന. ഇനി വല്ലഫ്ളലു ലിൽ മഅ്മൂമി ഫിൽ ജഹരിയ്യത്തി അന്നഹു യുഅമ്മിനു മാ തയ്മീനി ഇമാമിഹി ലാ ഖബ്ലഹു വലാ ബഅദഹു. ജഹരിയായ നിസ്കാരത്തിൽ മഅ്മൂമിന് ഏറ്റവും അഫ്ളൽ ഏതാ? അന്നഹു യുഅമ്മിനു മാ തയ്മീനി ഇമാമിഹി. പിന്നെ മഅ്മൂം എന്താക്കണം, അവന്റെ ഇമാമിന്റെ ആമീന്റെ കൂടെ ആമീൻ പറയണം. ലാ ഖബ്ലഹു, അതിന് മുമ്പല്ല, വലാ ബഅദഹു, അതിന്റെ ശേഷമല്ല. എന്തിനാ? ലിയുവാഫിഖ തയ്മീൻ അൽ മലായികത്തി, മലക്കുകളുടെ ആമീനോട് യോജിക്കാൻ. മലക്കുകൾ എപ്പോഴും ആമീൻ പറയാ, ഇമാമിന്റെ കൂടെ ആമീൻ പറയാ. അപ്പൊ മഅ്മൂമിങ്ങൾ ഇമാമിന്റെ കൂടെ പറയണം. കമാ ദല്ല അലൈഹിൽ ഖബറു സാബിഖു, നേരത്തെ പറഞ്ഞ ഹദീസ് അതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. പിന്നെ കമാ ദല്ല അലൈഹി എന്ന് പറഞ്ഞാല് ലിയുവാഫിഖ, അങ്ങനെ യോജിക്കണം എന്ന് പറഞ്ഞില്ലേ. പിന്നെ വബിഹി യുഅലമു അന്നൽ മുറാദ ബി അമ്മന ഫി റിവായത്തി ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനൂ എന്നൊരു ഹദീസ് ഉണ്ട്. ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനൂ. അപ്പൊ ഈ പറഞ്ഞത് എന്താ, ഇമാമിന്റെ കൂടെ പറയണമെന്നാ. ഇതാ അമ്മനൽ ഇമാമു ഫഅമ്മിനൂ എന്ന് പറഞ്ഞാല് ഇമാം ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണമെന്നല്ലേ.
ഇതാ അമ്മന നല്ല മാലിയാവിലാണല്ലോ. അപ്പൊ ഇമാം ഈ ആമീൻ പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറയണമെന്നാ. അങ്ങനല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഇതാ അമ്മന എന്ന് പറഞ്ഞ അമ്മനന്റെ അർത്ഥം എന്താന്ന് ഇപ്പൊ ഇതുകൊണ്ട് മനസ്സിലായി. അറാദ അയ്യു അമ്മിന എന്നാണ്. ഇമാം പറയാൻ വിചാരിച്ചാല് നിങ്ങൾ ആമീൻ പറയണമെന്നാ. അപ്പൊ ഇമാം ആമീൻ പറയാൻ വിചാരിച്ചുകൊണ്ട് ആന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങളും പറയണം. അപ്പൊ ഒപ്പം വരും. വലിയ തെയ്മീൻ. അതിനും പുറമെ തെയ്മീന് എന്ന് പറഞ്ഞത് എന്തിനാല് ഖിറാഅത്ത് ഇമാമിഹി, ഇമാമിന്റെ ഖിറാഅത്തിന് വേണ്ടിയാണ്, ഇമാമിന്റെ ആമീനു വേണ്ടിയല്ല. വഖദ് ഫുരിഗത്ത്, ആ ഖിറാഅത്ത് എന്താണ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ലാലി തെയ്മീനിഹി, ആ ഇമാമിന്റെ ആമീൻ പറയുന്നതിന് വേണ്ടിയല്ല ആമീന്. ഇമാം ആമീൻ പറയുന്നതിന് വേണ്ടി മൗമൂം ആമീൻ പറയണമെന്നാണെങ്കിൽ ഇമാമിന്റെ ആമീൻ കഴിഞ്ഞിട്ട് വേണ്ടി വരും. ഇമാം ഫാത്തിഹ ഓതിയതിന് വേണ്ടി ആമീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വലല്ലാലിയും പറയുമ്പോൾ ആമീൻ പറയണം. അപ്പൊ ഇമാമിന്റെ ആമീൻ ഒത്തുവരും. അങ്ങനെ മമീൻ സമ്മത്ത ജഹ. ഇതുകൊണ്ട് തന്നെ ന്യായമായി അന്നഹു ലാ യുസന്നു ലിൽ മൗമൂമി ഇല്ല ഇൻ സമിയ ഖിറാഅത്ത ഇമാമിഹി. എന്ത് സുന്നത്തില്ല? ഇമാമിന്റെ കൂടെ ആമീൻ പറയൽ സുന്നത്തില്ല. ഇല്ല ഇൻ സമിയ ഖിറാഅത്ത ഇമാമിഹി, ഇമാമിന്റെ ഖിറാഅത്ത് കേട്ടാലല്ലാതെ സുന്നത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഖിറാഅത്തിന് വേണ്ടിയാണല്ലോ ആമീൻ. അപ്പൊ ഖിറാഅത്ത് കേട്ടാലേ സുന്നത്തുള്ളൂ. വയു അയ്യിദുഹു, ആ സുന്നത്തില്ല എന്ന് പറഞ്ഞതിനെ തെയ്യീദ് ചെയ്യുന്നുണ്ട്. മായത്തി ശേഷം വരുന്ന ഒന്ന് അന്നൽ മൗമൂമ ലാ യുഅമ്മിനു ലിദുആഇ ഖുനൂത്തി ഇമാമിഹി ഇല്ലാ ഇൻ സമിഅഹു. ഇമാമിന്റെ ഖുനൂത്തിന്റെ ദുആഇക്ക് ആമീൻ പറയണ്ട, ഇല്ലാ ഇൻ സമിഅഹു, ആ ഖുനൂത്തിനെ കേട്ടാലല്ലാതെ എന്ന് പറഞ്ഞതും ഇവിടെ ഖിറാഅത്ത് കേട്ടാലേ ആമീൻ പറയേണ്ടതുള്ളൂ, സുന്നത്തുള്ളൂ എന്ന് പറഞ്ഞതും യോജിച്ചതാണ്. ഇത് അതിനെ തെയ്യീദ് ചെയ്യുന്നുണ്ട്. വലൈസലന, എന്നിട്ട് വേറൊരു വിഷയം പറയാം. ഞമ്മക്കില്ലട്ടോ മായുസന്നു ഫീഹി തഹരി മുഖാറനത്തിൽ ഇമാമി സിവാഹാദ, ഇമാമിനോട് സമയത്തിൽ യോജിച്ചു വരിക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കൽ സുന്നത്തായൊരു കാര്യമില്ല സിവാഹദ, ഈ ആമീൻ പറയൽ ഒഴിച്ച്. ഈ ആമീൻ പറയൽ എങ്ങനെയാകണം? ആ ഇമാമിന്റെ ഒപ്പത്തിനൊപ്പമായിരിക്കണം, സമയത്തിൽ ഒപ്പത്തിനൊപ്പമാകണം. ഇമാം എപ്പോൾ തുടങ്ങും അപ്പോൾ തുടങ്ങണം, ഇമാം എപ്പോൾ തീരുവോ തീരണം. ആ രീതിയിൽ എന്താണ് പ്രത്യേകം പരിഗണിക്കല്, പ്രത്യേകം ശ്രദ്ധിക്കല് സുന്നത്തുള്ളൊരു കാര്യം. ഇത് മാത്രമേ ഉള്ളൂ. ഫൈലം തത്തഫിഖ് ലഹു മുവാഫഖത്തുഹു അമ്മനാഖിബഹു. അപ്പോ ഇതിന് എന്താണ് ഒത്തു വന്നില്ലെങ്കിലോ ഇമാമിനോടുകൂടെ യോജിക്കാൻ പറ്റിയില്ല, അപ്പം എന്ത് ചെയ്യണം? അമ്മനാഖിബഹു. അപ്പോഴത്തേക്ക് ഇയാൾക്ക് എന്തോ തുമ്മൽ വന്ന്, അങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോട്ടുപോയിട്ട് അല്ലെങ്കിൽ കുരച്ചുപോയി, അപ്പം എന്ത് ചെയ്തില്ല, ഒപ്പം പറയാൻ പറ്റിയില്ല. എന്നാല് പിന്നെ ഉടനെ പറയണം അമ്മനാഖിബഹു, ഇമാമിന്റെ ഉടനെ പറയണം. ഇനി വലോ അഖറഹു, ഇമാമ് ബിന്ദിച്ചാലോ? ഫാത്തിഹ ഓതിയോ ഉടനെ ആമീൻ പറയണം. അത് ഫാത്തിഹ ഓതിയോ ഉടനെ ഇമാമും ആമീൻ പറയണം, അല്ലെ? റബ്ബി ഉഫിർലി ആമീൻ എന്ന് പറയണം. ഒരു സക്തത്തുൽ ലത്തീഫത്ത് കഴിഞ്ഞിട്ട് ആമീൻ പറയണമെന്നാ. അപ്പൊ അതിനെയും വിട്ട് ഇമാമ് ആമീനെ പിന്തിച്ചാലോ? വലോ അഖറ, ഇമാമ് പിന്തിച്ചാൽ ഹു, ഈ തെമീനെ പിന്തിച്ചു, അനിസമനിൽ മസ്നൂനെ, ആ സുന്നത്തായ സമയത്തിനെ പിന്തിച്ചാല് പിന്നെ മൗമൂമ് ഇമാമ് പറയുന്നതും കാത്തു നിൽക്കണം. അതേ വേണ്ടേ? അമ്മന ഖബലഹു, ഇമാമിന്റെ മുമ്പേ ആമീൻ പറയണം. വലം യന്തളിറുഹു, ഇമാമിനെ പ്രതീക്ഷിക്കരുത്. കാരണം എന്താ? ഇഅ്തിബാറൻ ബിൽ മശ്റൂഇ, മശ്റൂഅ് ശറഇല് നിയമമായതിനെ പരിഗണിച്ചതിന് വേണ്ടി. ശറഇല് നിയമമായതെന്താ? ഖിറാഅത്ത് കഴിയുന്ന ഉടനെ ആമീൻ പറയണമെന്നാണ്. ഇമാമ് പറയുന്ന ഉടനെ പറയാന്നല്ല. വഖദ് യുഷ്കിലു അലൈഹി, പക്ഷേ അതിന്റെ മേലില് എന്താണ് ഇമാമിനെ പ്രതീക്ഷിക്കണ്ട, അതിന് മുമ്പ് തന്നെ ആമീൻ പറയണം എന്നീ പറഞ്ഞതിന്റെ മേൽ ഇഷ്കാലാകും. മായത്തി വി ജഹിരിൽ ഇമാമി ഔ ഇസ്റാരിഹി, ഇമാമ് ജഹറാക്കുക അല്ലെങ്കിൽ ഇമാമ് പതുക്കെ ആക്കുക, അതിൽ വരുന്ന ഒന്ന്. എന്താ വരുന്ന ഒന്ന്? മിന്നന്നൽ ലിബറത്ത ഫീഹിമ, ആ ഇമാമ് ജഹറും ഇസ്റാറും ആക്കുമ്പോ അവിടെ പരിഗണിക്കുന്നത് ബി ഫിഇലിഹി, ഇമാമിന്റെ ഫിഇലാണ് പരിഗണിക്കുന്നത്. ലാബിൽ മശ്റൂഇ, മശ്റൂഇ അല്ല പരിഗണിക്കുന്നത് എന്നുള്ള ശേഷം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ മശ്റൂഇ പരിഗണിക്കുന്നതോ? അത് ഇഷ്കാലാവും. എന്ന് പറഞ്ഞാല് ജഹരിയായ നിസ്കാരത്തിൽ എന്താക്കി? ഇമാമ് പതുക്കെ ഓതി. അല്ലെങ്കിൽ സിരിയായ നിസ്കാരത്തിൽ ഇമാമ് ഉറക്ക ഓതി. അപ്പൊ എന്താക്കണം? ഇമാമിന്റെ ഫീലാണ് പരിഗണിക്കേണ്ടത്. അപ്പോ പിന്നെ സിരിയായ നിസ്കാരത്തിൽ ജഹറാക്കി കഴിഞ്ഞാൽ അത് ജഹരിയായ നിസ്കാരത്തിന്റെ ഹുക്കുമുകൾ വരും. ഇമാമിന്റെ ഫീലല്ലേ പരിഗണിക്കുന്നേ, മശ്റൂ അല്ല പരിഗണിക്കുന്നത് ഇമാം എന്ന് വന്നത്.
ഇല്ലാ യുജാബ ബി അന്ന സബബ ലിത്തൈമീനി. ഇങ്ങനെ മറുപടി പറഞ്ഞാൽ കുഴപ്പമില്ല, ഇഷ്കാലാവൂല. എന്താ മറുപടി? തെമീനിന്റെ സബബ് എന്താണ്? ആ സബബ് വഹുവ ഇൻഖിലാഉ ഖിറാഅത്തിൽ ഇമാമി, ഇമാമിന്റെ ഖിറാഅത്ത് പൂർത്തിയാകുക എന്നുള്ളത്, അത് കഴിയുക എന്നുള്ളതാണ്. ആ സബബ് ഉജിത, അതിവിടെ ഉണ്ടായല്ലോ. അത് ആ സബബ് ഉണ്ടായി കഴിഞ്ഞാൽ ഫലം യതവഖഫ അലാ ശൈഇൻ ആഖർ. അപ്പൊ ആ തെമീന് മറ്റൊന്നിനെ ആശ്രയിക്കൂല. അപ്പൊ പറയാം. അപ്പൊ ഇമാമിന്റെ ഫീലിനെ പിന്നെ ആശ്രയിക്കൂല, ഇമാമിന്റെ ഫീല് കാത്തിക്കേണ്ട ആവശ്യമില്ല. വസ്സബബ ഫീ ഖിറാഅത്തിൽ മഅ്മൂമിൽ സൂറത്തി, മഅ്മൂമ് സൂറത്തോതുക എന്ന് പറഞ്ഞതിൽ സബബ് മുതവഖിഫുൻ അലാ ഫീലിൽ ഇമാമി, ഇമാമിന്റെ ഫീലിനെ ആശ്രയിച്ചതാണ്. ഫഅ്തുബിറ, അപ്പൊ ഫീലുൽ ഇമാം പരിഗണിച്ചു എന്നർത്ഥം. അതായത് അവിടെ ജഹ്രിയായ നിസ്കാരത്തിൽ ഇമാമ് പതുക്കെയാണ് ഓതുന്നത്, എന്നാൽ എന്താക്കണോ? ഇമാം മഅ്മൂമ് സൂറത്തോതണം അല്ലെ? പിന്നെ അല്ലെങ്കിൽ സിരിയായ നിസ്കാരത്തിൽ ഇമാം ഉറക്കം ഓതി, അപ്പൊ മഅ്മൂം എന്താക്കണോ? ഇമാമിന്റെ ഫീല് ആണല്ലോ പരിഗണിക്കുക. അപ്പൊ മഅ്മൂം സൂറത്തോതരുത്, അത് കേട്ടിക്കണം എന്നാ വരിക. പിന്നെ വഖളിയത്തു കലാമിഹിം അന്നഹു ലാ യുസന്നു ലിഗൈരിൽ മഅ്മൂമി വഇൻ സമിഅ, മഅ്മൂം അല്ലാത്ത ആളിന് എന്ത് സുന്നത്തില്ല? ആമീൻ പറയല് സുന്നത്തില്ല എന്നാണ് അയിമ്മത്തിന്റെ കലാമിന്റെ കളിയ. വൈൻ സെമിയ, ആ മഅ്മൂം അല്ലാത്ത ഗൈറുണ്ടല്ലോ, അയാൾ കേട്ടാലും ശരി. അപ്പൊ ഒരാൾ ഫാത്തിഹയാണ് വലല്ലാലീൻ എന്ന് പറഞ്ഞാൽ, അല്ലെ ഇമാമ് ഫാത്തിഹയാണ്, വേറൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട്, അയാള് ജമാഅത്തിലൊന്നും കൂടിയിട്ടില്ല, അയാൾ അവിടെ വേറെ ഇരിക്കുക, നിസ്കരിക്കൊന്നുമല്ല. അപ്പൊ വലല്ലാലീൻ തീരുമ്പോ ആമീൻ പറയൽ സുന്നത്തുണ്ടോ? അതില്ല. അത് ഇമാമും മഅ്മൂമും അവിടെയുള്ളു. ഇമാമിന് വേണ്ടിയിട്ട് ഖിറാഅത്ത് പൂർത്തിയാവുമ്പോ, ഇമാമിന്റെ ഖിറാഅത്ത് പൂർത്തിയാകുമ്പോൾ മഅ്മൂം പറയും, വേറെ ആർക്കും സുന്നത്തില്ല എന്നാണ്. പക്ഷെ ഖീല ലാക്കിൻ ഫിൽ ബുഖാരി, പക്ഷേ സഹീഹുൽ ബുഖാരിയിലുണ്ട് ഇദാ അമ്മനൽ ഖാരിഉ ഫഅമ്മിനു എന്നുണ്ട്. ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു എന്നാ നേരത്തെ പറഞ്ഞു. ഇവിടെ ആണെങ്കിലോ ഇദാ അമ്മനൽ ഖാരിഉ, ഏത് ഖുർആൻ ഓതുന്ന ആള് കേട്ടാലും അയാൾ ആമീൻ പറഞ്ഞ ഞങ്ങളും ആമീൻ പറയണം. ആമീൻ പറയല് വലല്ലാലീൻ കഴിഞ്ഞിട്ടല്ലേ, ഫാത്തിഹന്റെ അവസാനമല്ലേ ആമീനുള്ളൂ. അല്ല, വേറെ ദുആയ്ക്ക് ആമീൻ ഉണ്ട്. ആമന റസൂൽ എന്നിങ്ങനെ പറഞ്ഞ ദുആ ഉണ്ടല്ലോ, അവിടെ ആമീൻ പറഞ്ഞു എന്ന് ഹദീസിലുണ്ട്. പിന്നെ അപ്പൊ ഏതായാലും ഇപ്പറയുന്നത് ഫാത്തിഹ ഓതുന്നതിനെ കുറിച്ചാ. ഉമൂമുഹു, ഈ പറഞ്ഞ ഇദാമ്മനൽ ഖാരിഉ എന്ന് പറഞ്ഞ ഹദീസിന്റെ ഉമൂമ് യഖ്തലിൻ നദ്ബ ഫി മസലത്തിന, നമ്മളെ മസലയിൽ സുന്നത്തുണ്ട് എന്ന് തേടും. അതായത് മഅ്മൂം അല്ലാത്തവരുടെ മസലയാണല്ലോ, ആ മസലയിലും സുന്നത്തുണ്ട്, അല്ലാത്തവർക്കും സുന്നത്തുണ്ട് എന്ന് വരും. വഫീഹി നളറുൻ ഖീല, എന്നിട്ട് ആ ഖീല എന്ന് പറയാ ഫീഹി നളറുൻ ഇൻതഹ, പറഞ്ഞതിൽ നളറുണ്ട്. കാരണം എന്താ? ഇദാമ്മനൽ ഖാരിഉ എന്ന് പറഞ്ഞാല് ഇമാമായ ഖാരി എന്നാ. അന്നെ ഇത് മുത്തലക്കാണല്ലോ, മറ്റേത് മുഖയ്യതാണല്ലോ. അപ്പൊ മുത്തലക്കിനെ മുഖയ്യതിന്റെ മേലെ ഹംലി ചെയ്യും എന്നല്ലേ മസല. അപ്പൊ അങ്ങനെ പിന്നെ ഇനി വയജ്ഹറു ബിഹി നദ്ബൻ ഫിൽ ജഹ്രിയ്യത്തി അൽ ഇമാമു വൽ മുൻഫരിദു ഖത്അൻ വൽ മഅ്മൂമു ഫിൽ അൽഹരി എന്ന. അപ്പോ തെമീൻ ഉറക്കാക്കണം, സുന്നത്താണ്. ജഹ്രിയ നിസ്കാരത്തിൽ ആരൊക്കെ ഉറക്കാക്കണം? ഇമാം ഉറക്കോ പറയണം, മുൻഫരിദ് ഉറക്കം പറയണം. ഖത്അൻ, അതിൽ ഖിലാഫില്ല. ജഹ്രിയ നിസ്കാരത്തിൽ ആമീൻ ഉറക്കാ പറയേണ്ടി, മുൻഫരിദ് ഉറക്കാ പറയേണ്ടി, ഫാത്തിഹ ഉറക്കം ഓതണല്ലോ. വൽ മഅ്മൂം ഉറക്കം പറയണം. ബില്ലദഹരി, മഅ്മൂം ഉറക്കം പറയണോ വേണ്ടെന്നുള്ളതിൽ ഖിലാഫ് ഉണ്ട്. അദ്ഹർ ഉറക്കം പറയണതാ. വൈൻ തറക്കഹു ഇമാമുഹു, ആ മഅ്മൂമിന്റെ ഇമാം അതിനെ ജഹറിനെ ഒഴിവാക്കിയാലും ശരി, ഇമാമ് ജഹറായി പറഞ്ഞിട്ടില്ല, എന്നാലും മഅ്മൂം ജഹറായി പറയണം. അല്ലെങ്കിൽ തറക്കഹു എന്ന് പറഞ്ഞാല് തെമീനെ ഒഴിവാക്കിയാൽ അങ്ങനെ അർത്ഥം പറയാലോ. ഇമാമ് തെമീനെ ഒഴിവാക്കി, ആമീൻ തന്നെ പറഞ്ഞില്ല, എന്നാലും മഅ്മൂമിങ്ങൾ ഉറക്കം ആമീൻ പറയണം. ലിരിവായത്തിൽ ബുഖാരി അന്ന അതാഇ റളിയല്ലാഹു അൻഹുമ അന്ന ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറാണ്, കാന യുഅമ്മിനു ഹുവ വമൻ വറാഅഹു ബിൽ മസ്ജിദിൽ ഹറാം. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കും. അപ്പോൾ എന്താണ്, അവരും അവരുടെ പിന്നിലുള്ളവരും മസ്ജിദുൽ ഹറാമിൽ വെച്ച് ആമീൻ പറയും. ഹത്താ ഇന്നലിൽ മസ്ജിദില്ല ലജ്ജത്തൻ, പള്ളിക്കൊരു മുഴക്കമുണ്ടാകുന്ന പോലെ ആമീൻ പറയും. എല്ലാവരും കൂടി അങ്ങോട്ട് ആമീൻ പറയുമ്പോൾ നല്ലൊരു മുഴക്കമുണ്ടാവും. ലജ്ജത്തൻ എന്ന് പറഞ്ഞത്, ലജ്ജത്ത് എന്ന് പറഞ്ഞാൽ വഹിയ ബിൽ ഫത്ഹി ഫത്തഷ്ദീദി, എന്താണത്? ഇഖ്തിലാത്തുൽ അസ്വാത്ത്, ശബ്ദം കൂട്ടിമുട്ടുക എന്നാണ് അതിന്റെ അർത്ഥം.
അതാണ് എന്താണ് മുഴക്കം എന്ന് പറഞ്ഞത്. പിന്നെ വസഹാനെ തൊട്ട് സയ്യായി വന്നിട്ടുണ്ട് അന്നഹു അദ്രക്ക, അവര് എത്തിച്ചിട്ടുണ്ട് മിയത്തെ സഹാബിയിൻ 200ഓളം സഹാബിമാര് ബിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ 200ഓളം സഹാബിമാരെ കണ്ടിട്ടുണ്ട്. ഇദാ ഖാലൽ ഇമാമു വലല്ലാലീൻ, ഇമാമു വലല്ലാലീൻ ഓതിയാൽ റഫഉ അസ്വാത്തഹും ബി ആമീൻ, ഈ 200ഓളം സഹാബത്ത് എന്ത് ചെയ്യും? ആമീൻ ഉറക്കെ പറയും. ഇനി അമ്മ സിരിയ്യത്തു, സിരിയായ നിസ്കാരം, അതോ ഫയുസിറൂന ഫീഹാ, അവര് എന്താണ് സിരിയായ നിസ്കാരത്തിൽ പതുക്കെ പറയണം. ജമീഉഹും, അവരെല്ലാവരും, ഇമാമും പതുക്കെ, മഅ്മൂമും പതുക്കെ, മുൻഫരിദും പതുക്കെ, എല്ലാവരും. കൽ ഖിറാഅത്തി, ഫാത്തിഹ ഓതൽ പതുക്കെ ആയതുപോലെ, സിരിയത്തിന്റെ അർത്ഥം ഫാത്തിഹയും സൂറത്തും പതുക്കെ ഓതുക എന്നാണല്ലോ, എന്ന പോലെ ആമീനും പതുക്കെ ആക്കണം എന്നാ. ഇനി സൂറത്ത് ഓതുന്ന മസല. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.